ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മൾ പോകുന്നത് പരവൂരിലെ മാംഗ്രോ അക്വെഞ്ചേഴ്സിലാണ്. അതൊരു ടോഡി ഷോപ്പാണ്, അതായത് കള്ള് ഷാപ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഊഞ്ഞാലാടമൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ഒരു ലേക്കിന്റെ സൈഡായിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റ് കാണുന്നത്. അവിടെ ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ചെറിയൊരു കുഞ്ഞു ഐലൻഡ് പോലെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്, പിന്നെ ഫുഡിന് അതല്ലാതെ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട്. എന്റെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞതിന് ശേഷം എന്റെ അമ്മ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം കേട്ടിട്ടുള്ള ഒരു സ്പോട്ടാണ്. ആംബിയൻസും ഫുഡും ലേക്കും എല്ലാം കൂടി ചില്ല് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. സോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, ആംബിയൻസ് എങ്ങനെയുണ്ട്, സർവീസ് എങ്ങനെയുണ്ട്, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കാട്ടിനുള്ളിലാണ് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്താണ്. അതായത് ഇവിടെ റെസ്റ്റോറൻറ്റ് തന്നെ കുറച്ച് നമുക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൗതുകം തോന്നിക്കുന്ന രീതിയിലൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടോഡി ഷോപ്പ് ഒരു ലേക്കിന്റെ സൈഡിലാണ്. അപ്പോൾ എത്തുമ്പോൾ തന്നെ ഒരു കാം ആയിട്ടുള്ള ഒരു വൈബ് തോന്നും. ഇപ്പോൾ ഫാമിലിക്കായാലും കപ്പിൾസിനായാലും ഗ്രൂപ്പ്സിനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സീറ്റിംഗിൽ ഇൻഡോർ പ്ലസ് സെമി ഔട്ട്ഡോർ ഓപ്ഷൻ ആണുള്ളത്. ലേക്കിനെ നേരിട്ട് കാണുന്ന രീതിയിൽ ടേബിള് സൂപ്പറാണ്. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ലൈറ്റ് ബ്രീസ് പ്ലസ് സൺസെറ്റ് വ്യൂ ഒക്കെ ഒരു പെർഫെക്റ്റ് വ്യൂ ആണ്. പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ്. വുഡൻ വാക്ക് അവേ ഫീൽ വരും. നമുക്കൊരു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ കണ്ടാൽ ജസ്റ്റ് ഒരു ഊട്ടി കൊടൈക്കനാൽ ഫീലൊക്കെ തോന്നും, ആ കാറ്റാടി മരങ്ങളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ. അങ്ങനെ നമ്മുടെ കൊല്ലം പരവൂരിലെ മിനി ഊട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ പോയ ടൈം എന്ന് പറയുന്നത് നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു ടൈമും കൂടെ ആയിരുന്നു. നമുക്കിപ്പോൾ അറിയാം ട്രിവാൻഡ്രത്തൊക്കെ അതുപോലെ കൊല്ലത്തും ഇപ്പം നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്, പുക ആ ഒരു സംഭവം. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. അതിനുശേഷം തലയില്ലാത്ത രണ്ട് മനുഷ്യർ, അങ്ങനെയായിരുന്നു ആ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരിട്ട് ആ ഒരു ലേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ടേബിളാണ്. അവിടെ ടേബിളിനൊന്നും പ്രത്യേകിച്ച് റേറ്റ് കാര്യങ്ങൾ ചേഞ്ച് ഒന്നും വരുന്നില്ല. ലേക്കിന് നേരെ കാണുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏത് ടേബിൾ എടുത്താലും സെയിം റേറ്റ് തന്നെയാണ്. എടുക്കുന്ന ഫുഡിൽ മാത്രമേ റേറ്റിൽ വ്യത്യാസം വരുന്നുള്ളൂ. അങ്ങനെ ഒരു കള്ള് ഷാപ്പിൽ വന്നിട്ട് കള്ള് വാങ്ങിക്കാതെ പോയാലോ? അങ്ങനെ ആദ്യം നമ്മൾ വാങ്ങിയത് ഒരു കള്ള് തന്നെയായിരുന്നു, ഒരു കുപ്പി കള്ള്. ആ ഒരു കുപ്പിയും അച്ഛൻ തന്നെ കുടിച്ചു തീർക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആദ്യം അങ്ങനെ ഫുഡുകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരുന്നു. കുറച്ച് താമസം എടുക്കും, കാരണം നമ്മൾ ഓർഡർ ചെയ്ത ശേഷമായിരിക്കും അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. കിഴങ്ങും പൊറോട്ടയും അതൊക്കെ അവിടെ ഉണ്ടാവും. അതല്ല സ്പെഷ്യൽ ഐറ്റംസിനൊക്കെ കുറച്ച് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. കിഴങ്ങ്, അതുപോലെ ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, പൊറോട്ട, അപ്പം അങ്ങനെയൊക്കെ വന്നു. അത് കഴിഞ്ഞ ശേഷം ചിയേഴ്സ് അടിച്ച് അച്ഛനും അമ്മയും കൂടെ കള്ളൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. അമ്മ ജസ്റ്റ് ഒന്ന് കുടിച്ചപ്പോൾ പറഞ്ഞു ജസ്റ്റ് ഒരു കരിക്കിൻ്റെയൊക്കെ ടേസ്റ്റേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്യാനും നിന്നില്ല. വി ആർ അഗെയിൻസ്റ്റ് ആൽക്കഹോൾ എവറിത്തിങ്. അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാതെ നമ്മൾ നേരെ എടുക്കുന്നത് പൊറോട്ടയും അതുപോലെ ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബീഫ് റോസ്റ്റ് അലർജി ആണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റ് എന്തായാലും ടേസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ജസ്റ്റ് അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ആയിരുന്നു എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു അരപ്പിന് തന്നെ എന്താ ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട്, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അതിൻ്റെ മസാലയ്ക്ക് പോലും. അങ്ങനെ നമ്മൾ പ്രോൺ റോസ്റ്റ്, അതുപോലെ ഈ ഒരു മീനിൻ്റെ ഫിഷിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ചെമ്പല്ലിയോ അങ്ങനെ എന്തോ ഒരു മീനാണ്, അതിൻ്റെ ഫ്രൈ ആണ്. അപ്പോൾ അതും ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ഫിഷിനേക്കാളും അതിൻ്റെ ആ ഒരു അരപ്പിനായിരുന്നു ടേസ്റ്റ് കൂടുതൽ. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചിക്കൻ്റെ ഐറ്റംസ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഫിഷ് ഒന്നും വലിയ മൈൻഡൊന്നും ഇല്ലാത്തവരാണ്. അതിനുശേഷം ഞാൻ ഫിഷിനങ്ങ് അഡിക്റ്റ് ആയി. പിന്നെ എനിക്ക് ചിക്കനോട് വലിയ താല്പര്യമില്ലാത്ത അതുപോലെ ആയി. പൊതുവേ ഞാൻ അങ്ങനെ ഫിഷ് കഴിക്കാറില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ പാകത്തിനൊക്കെ ഉള്ള ഒരു അഡ്വഞ്ചറസ് സ്പോട്ടുകൾ, അതായത് ബോട്ടിംഗ് ആയാലും, ബോട്ടിങ്ങിൽ എന്താ അഡ്വഞ്ചറസ് എന്ന് ചോദിച്ചാൽ കയാക്കിംഗ് ഉണ്ട്, പിന്നെ ബനാന റൈഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് അഡ്വഞ്ചറസ് കാര്യങ്ങളുണ്ട്. അതാ നോക്കൂ, കുട്ടികൾ ആടുന്നു പാടുന്നു. നീ എപ്പതാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇനി കുറച്ച് നടത്തമാവാം. ഇവിടെ നിന്ന് ആരെങ്കിലും പിടിച്ചങ്ങ് തള്ളിയിട്ട് കൊടുത്താല 2-3 വെള്ളം കിടക്കുന്നു. വേണ്ട, ഇനി ആവശ്യം വരും. ദൂരെയുള്ള കായൽ, വിജൃംഭിച്ച കായൽ. അതാ നടന്നു പോകുന്ന പെൺകുട്ടി. ആരോ തിരിച്ചു വിളിക്കുന്നു. തിരിഞ്ഞു നോക്കുന്നു. ടോം, ഇത്ര വിജൃംഭിച്ച സ്ഥലം അല്ലേ? അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ, അതായത് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ സൺഡേ അധികം ഉണ്ടാവാറില്ല. സോ അതുകൊണ്ട് അത് നോക്കി വരുന്നവർ സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ പോവുക. അപ്പോൾ കുറച്ചൊക്കെ കുട്ടികൾ മാറിയ സമയത്ത് നമ്മൾ ഒന്ന് എന്റർടൈൻമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ഊഞ്ഞാൽ കാണുന്നുണ്ട്. 13 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ, 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. സോ അതൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഊഞ്ഞാലാടിയതാണ്. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ആണ്, നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. ഇവിടെ ഫുള്ള് ചെടികളാണ്, പുതിയ വെറൈറ്റീസ് ഓഫ് ചെടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വീണ്ടും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ചെടികളൊക്കെ ഒരു വഴിയുടെ ഇരുവശത്തായിട്ട് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ഒരു ഷെഡ് ഇട്ട ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രൈവസി ആയി വേണ്ടവർക്ക് ഉള്ള ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് ആണ്. പിന്നെ അവിടെ നല്ലൊരു സ്ഥലം ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു ഈവനിങ് ആ ഒരു വൈബ് കിട്ടുക, ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്കോ അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു പാർട്ടിയൊക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആരും പേടിക്കേണ്ട, അത്രയും വിശാലമായിട്ടുള്ള ഒരു സ്പേസ് പാർക്കിംഗ് ഏരിയ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.